wish, I'll be your fantasy. I'll be your hope, I'll be your love, be everything that you need. I love you more with every breath, truly, madly, deeply do. I will be strong, I will be faithful, 'cause I'm counting on a new beginning, a reason for living, a deeper meaning, yeah. Well, I wanna stand with you on a mountain, I wanna bathe with you in the sea, I wanna lay like this forever, until the sky falls down over me. And when the stars are shining brightly in the velvet sky, I'll make a wish, send it to heaven, then make you want to cry. The tears of joy for all the pleasure and the certainty that we're surrounded by the comfort and protection of the highest powers. In lonely hours, the tears devour you. And I wanna stand with you on a mountain, I wanna bathe with you in the sea, I wanna lay like this forever, until the sky falls down on me. Oh, can you see it, baby? You don't have to close your eyes, just standing right before you. All that you need will surely come. I'll be your dream, I'll be your wish, I'll be your fantasy, I'll be your hope, I'll be your love, be everything that you. കല്യാണ കനവാണോ എന്റെ നിൻമിഴിയിൽ കാതോരം ചൊല്ലാമോ അന്തിച്ചോപ്പലിയും ആകാശത്താഴ്വാരം മഞ്ഞിൻ പായ്മേഘം ചായുമ്പോൾ ചൊല്ലൂ നീ சொல்லாமல் வந்து என்னை தொட்டு ஓடி போனாய் நில்லாமல் நெஞ்சம் உன்னை தேடி பின்னோடுதே ശൃംഗാരം മൂടും വാക്കാലിൻ നിന്റെ മിണ്ടില എന്നെന്നും എന്നിൽ മായാവർണ്ണ പൂക്കാലം നീ ரத்தத்தில் தீயடா ஒரு முத்தத்தீயடா முத்தத்தில் மூழ்கி உயிர் தித்தித்தேனடா കത്തും നീ നെഞ്ചിലെ കനലാളും ചില്ലയിൽ മഴയൂഞ്ഞാൽ ചിന്തുമായി ചേക്കേറാൻ വന്നുവോ
ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സഹോദരൻ കൊളോസ്യക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം വാക്യങ്ങൾ 5 മുതൽ 11 വരെ. ജീവിതത്തിന്റെ നിയമങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിന്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോടുകൂടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിന്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദനെന്നോ അപരിച്ഛേദനെന്നോ അപരിഷ്കൃതനെന്നോ സ്ഥിതിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. സർവശക്തനായ പിതാവേ, ഞങ്ങളെ മുഴുവൻ അങ്ങേക്ക് സമർപ്പിച്ച് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന നിരവധിയായ നന്മകളെ ഓർത്ത് അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്ന് വിവാഹ വാഗ്ദാനം നടത്തുവാനായി പുറപ്പെടുന്ന അങ്ങയുടെ ദാസനായ ഷിൻസനെ പരിശുദ്ധാത്മാവിനാൽ നിറച്ച് അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധന്മാരെ ഈ ദാസന് വേണ്ടി പ്രാർത്ഥിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നന്മ നിറഞ്ഞ മറിയമൻ സുസ്തി, കർത്താവ് അങ്ങയിലൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാവുന്നു. അങ്ങയുടെ പ്രതിഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഹൃദയങ്ങളിൽ നിറദീപമായി കൺമുൻപിലെന്നും നീ തെളിയൂ. അടിയങ്ങളെ കാക്കേണമേ, മഹിയിൽ സ്നേഹം പുലരാ. ഹൃദയങ്ങളിൽ നിറദീപമായി കൺമുൻപിലെന്നും നീ തെളിയൂ. അടിയങ്ങളെ കാക്കേണമേ, മഹിയിൽ സ്നേഹം പുലരാ. തിങ്ങുമീ ഭൂവിലങ്ങും കൈപിടിച്ചെന്നും നീ വഴി നടത്തൂ. കൂരിരുൾ തിങ്ങുമീ ഭൂവിലങ്ങും കൈപിടിച്ചെന്നും നീ വഴി നടത്തൂ. പാപവിമോചക നീ ഞങ്ങളെ പാവന സ്നേഹത്തിൻ വേണുവാക്കൂ. പാപവിമോചക നീ ഞങ്ങളെ പാവന സ്നേഹത്തിൻ വേണുവാക്കൂ.
വേണുവാക്കൂ. ഹൃദയങ്ങളിൽ നിറദീപമായി കൺമുൻപിലെന്നും നീ തെളിയൂ. അടിയങ്ങളെ കാക്കേണമേ, മഹിയിൽ സ്നേഹം പുലരാ. കാണിക്കയായങ്ങ് തന്നതെല്ലാം കരുണയോടോർത്തെന്നും നന്ദി ചൊല്ലാം. ഇന്ന് ഇവർ പറയുന്ന സമ്മതം വിവാഹനാളിൽ പൂർത്തിയാക്കി അന്നെടുക്കുന്ന വിവാഹ പ്രതിജ്ഞ മരണം വരെ ഏകമനസ്സോടെ ഒരുമിച്ച് ജീവിച്ചുകൊള്ളാം. അത് സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതത്തിലെ ഏത് അവസ്ഥയുമായിക്കൊള്ളട്ടെ ഞങ്ങൾ ഒരുമിച്ച് തമ്പുരാന്റെ കരഗ്രഹിച്ചുകൊണ്ട് മരണം വരെ നീങ്ങിക്കൊള്ളാം, തുടർന്നു കൊള്ളാം എന്നാണ് അവർ തീരുമാനമെടുക്കുന്നത്. അവരെടുക്കുന്ന ആ നല്ല പ്രതിജ്ഞ മരണം വരെ തുടരുവാൻ, അങ്ങനെ സമാധാനപൂർണമായ ഒരു കുടുംബ അന്തരീക്ഷത്തില് സ്നേഹവും കാരുണ്യവും പരിഗണനയും പരിപാലനയും നിറഞ്ഞു നിന്നുകൊണ്ട് പൂർത്തിയാക്കാനായിട്ട് ദൈവത്തിന്റെ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ പൗരാണിക പ്രാർത്ഥന ഗീതമായ മർത്തോമൻ എഴുന്നേറ്റ് നിന്ന് ആരംഭിച്ചുകൊണ്ട് നമുക്ക് ഈ കർമ്മങ്ങളിലേക്ക് തുടരാം. മർത്തോമൻ നന്മയാലൊന്നു തുടങ്ങുന്നു, നന്നായി വരണമേ ഇന്ന്
മിശിഹായി കൂടെ തുണയ്ക്കാം ഇവർക്ക്. ദൈവത്തിന് സ്തുതിയും ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തട്ടെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ രാജ്യവും ശക്തിയും മഹത്വവും അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അബ്രാഹം തുടങ്ങിയ പൂർവ്വപിതാക്കന്മാരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും സഫലീകരിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ വാഗ്ദാനം ചെയ്യുന്ന സിൻസിനെയും ജൂലിയെയും ഇവരുടെ ദാമ്പത്യ ജീവിതത്തെയും കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ. ഇവരുടെ ജീവിതത്തിലേക്ക് അവിടുത്തെ സ്നേഹത്തിന്റെ മുദ്രിച്ചാൽ പകരണമേ. ഹൃദയങ്ങളെ പരിശോധിക്കുന്നവനായ വാക്കുകളുടെ അന്തർഗതം അവിടുന്ന് അറിയുന്നുവല്ലോ. ഇവരുടെ അന്തരംഗങ്ങളിലേക്ക് അവിടുത്തെ രൂപയിലേക്ക് സ്ഥൈര്യം പകരണമേ. ഹൃദയപൂർവ്വം നിഷ്കളങ്കമായ ആശ്രയിച്ച് വിവാഹസ്വതം നടത്തുവാൻ ഈ ദാസം പ്രാപ്തരായി ലഭിക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി നയിക്കും. നൽകിയിട്ടുള്ളതും ഞങ്ങളുടെ കൃതജ്ഞതയ്ക്ക് അതീതവുമായ അങ്ങയുടെ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സഭയിൽ ഞങ്ങളെ നിരന്തരം സ്തുതിക്കുകയും അമൃതപ്പെടുത്തുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. സർവാധിപനാം കർത്താവേ, നിന്നെ നിത്യമാതോന്നതമാ ഉദ്ധാരം നീയായിരുന്നു. അക്ഷയമവരുടെ ആത്മാവിൽ ഉത്തമ രക്ഷയുന്നു. പ്രാർത്ഥിക്കാം. സമാധാനത്തോടുകൂടെ തോബിത്ത് തന്റെ പുത്രനായ തോബിയാസ് വിവാഹസന്നദ്ധനായി പുറപ്പെടുന്ന വേളയിൽ നൽകിയ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഈ സമൂഹത്തിനും പ്രതിഷ്ഠിത വരനും വധുവിനും മാർഗരേഖകളായിരിക്കട്ടെ. തോബിത്തിന്റെ പുസ്തകം 4-ാമത്തെ അധ്യായം 12-13 തിരുവചനങ്ങൾ നമുക്കിപ്പോൾ ശ്രമിക്കാം. എല്ലാത്തരം അധാർമികതയിൽ നിന്നും നിന്നെ കാത്തുകൊള്ളുക. നിന്റെ പൂർവികരുടെ ഗോത്രത്തിൽ നിന്ന് മാത്രം ഭാര്യയെ സ്വീകരിക്കുക. അന്യ ജനതകളിൽ നിന്ന് വിവാഹം ചെയ്യുന്നത്. നാം പ്രവാചകന്മാരുടെ സന്തതികളാണ്. മകനെ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ നോഹ്, അബ്രാഹം, ഇസഹാക്ക്, യാക്കോബ് എന്നിവരെല്ലാം തങ്ങളുടെ ചാർച്ചക്കാരുടെ നിന്നാണ് ഭാര്യമാരെ തിരഞ്ഞെടുത്തത് എന്ന കാര്യം നീ അനുസ്മരിക്കണം. സന്താനങ്ങൾ വഴി അവർ അനുഗ്രഹീതരായി. അവരുടെ പിൻതലമുറ ദേശം അവകാശമാണ്. അതിനാൽ മകനെ, നിന്റെ സഹോദരന്മാരെ സ്നേഹിക്കുക. നിന്റെ ചാർച്ചക്കാരിൽ നിന്ന്, നിന്റെ ജനത്തിന്റെ മക്കളിൽ നിന്ന് ഭാര്യയെ സ്വീകരിക്കാതെ അവരെ നിന്ദിക്കരുത്. അഹങ്കാരം വിനാശവും അരാജകത്വവും വരുന്നത്. അലസത നാശത്തിനും പട്ടിണിക്കും നിദാനമാകുന്നു. കാരണം അലസതയാണ് ദാരിദ്ര്യത്തിന്റെ മാതാവ്. നല്ലവനായ കർത്താവേ, ഞങ്ങളുടെ പൂർവികന്മാരിൽ അങ്ങയുടെ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. കാരണവന്മാരുടെ ഭക്തിയിൽ ഞങ്ങളെ വളർത്തണമേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ഉണ്ടായിരുന്നതുപോലെ അവിടുത്തെ കൃപ ഇന്നും എന്നും ഞങ്ങളെ വഴി നടത്തട്ടെ. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൊള്ളുന്ന കർത്താവേ, ഞങ്ങളുടെ കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇസ്രായേൽ ഭവനവും യൂദയാ ഭവനവും തമ്മിൽ കർത്താവ് ബന്ധിച്ചത്. ഇന്ന് രണ്ട് കുടുംബങ്ങളെ തമ്മിൽ കർത്താവ് ബന്ധിക്കുകയാണ്.
വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇസ്രായേലിയരുടെയും യൂദയാക്കാരുടെയും ഉള്ളിൽ ദൈവം നിയമം നിശ്ചയിച്ചതുപോലെ വിവാഹവാഗ്ദാനത്തിന്റെയും മുഖത്തിൽ യുവാവിന്റെയും യുവതിയുടെയും ഇവരുടെ കുടുംബാംഗങ്ങളുടെയും ഹൃദയത്തിൽ കർത്താവിന്റെ അനശ്വര നിയമം നിശ്ചയിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൊടുക്കുന്ന കർത്താവെ ഞങ്ങളുടെ ഹൃദയമെന്ന് പ്രാർത്ഥിക്കാം. ഈ മംഗളകർമ്മത്തിന് ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഷിൻസിനെയും ജൂലിയെയും ദൈവിക നന്മകളിൽ അനുഗ്രഹിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർ ചെയ്യുന്ന വാഗ്ദാനം വേണ്ടവരും പൂർത്തിയാക്കാൻ ദൈവത്തിന്റെ സംരക്ഷണം ഇവർക്ക് സദാ ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വാഗ്ദാനം നിർവഹിക്കണം പൂർത്തിയാക്കാനുള്ള മനസ്സും സന്നദ്ധയും നൽകി ഇവരെ അനുഗ്രഹിക്കണമേ. ഇതിനായി സർവേശ്വരായി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടികളും അനുസരിച്ച് അടുത്ത് നിൽക്കുന്ന ജൂലിയെ ഭാര്യയായി സ്വീകരിച്ചുകൊള്ളാമെന്ന് ഈ വാഗ്ദാനം ചെയ്യുമ്പോൾ ജൂലി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് അടുത്ത് നിൽക്കുന്ന ഷിൻസനെ എന്റെ ഭർത്താവായി സ്വീകരിച്ചുകൊള്ളാമെന്ന് ഈ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളുടെ ഉടമ്പടിക്ക് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവവും നിങ്ങളുടെ കാരണവന്മാരും ഇവിടെയുള്ള മറ്റുള്ളവരും സാക്ഷികളാണ്. കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും നിങ്ങൾ ചെയ്ത വാഗ്ദാനം പൂർത്തിയാക്കുവാൻ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ഉടമ്പടികൾ ചെയ്യുന്നവനും അവയെ വിശ്വസ്തയോടെ പാലിക്കുന്നവനും പാലിക്കാൻ സഹായിക്കുന്നവരുമായ കർത്താവെ നിന്റെ ദാസർ ചെയ്യുന്ന ഈ ഉടമ്പടി നീ സ്ഥിരീകരിക്കണമേ. ഇപ്പോൾ വാഗ്ദാനം ചെയ്ത പൂർത്തിയാക്കിയ ഷിൻസിനെയും ജൂലിയായി അവരുടെ കാരണവന്മാരായവരെയും കുടുംബാംഗങ്ങളെയും അനുഗ്രഹിക്കണമേ. അവിടുത്തെ സ്നേഹവും പരിരക്ഷണവും ഇവരുടെ മേലും ഈ സമൂഹത്തിന് മേലും ഉണ്ടാകുമാറാകട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും.
സമ്മതം വിരലാലെ നുള്ളി നീ നിറക്കുങ്കുമം ആരാരും കാണാതെ ഈ പൊൻതൂവൽ ചേലൊന്നും ചോരാതെ ഒന്നല്ലൊരായിരം കണ്ണോടെ കാത്തിടാം ജീവന്റെ ജീവനായ താമരക്കിളി പൂങ്കാറ്റേ കണ്ടോ നീ കണ്ടെങ്കിൽ മിണ്ടല്ലേ നീ നാടാകെ ചുറ്റുമ്പോൾ ആരാരോടും ഓഹോ 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 കനിവാൻ എന്റെ വരമായി നീ അണഞ്ഞു നൂറ് കനവാൻ എന്റെ ഹൃദയം നീ പൊതിഞ്ഞു ഈ കൂട്ടിൽ ആരാരും കാണാതെ ഈ പൊൻതൂവൽ ചേലൊന്നും ചോരാതെ
നിന്റെ മുഖമേ ചാര വേണം